തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ഭക്ഷ്യയോഗ്യമല്ലാത്ത നെയ്യ് വിതരണം ചെയ്ത AR ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. തിരുപ്പതിയിൽ ലഡ്ഡു നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന നെയ്യിൽ കൊഴുപ്പും മീനെണ്ണയും അടക്കം കലർത്തിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചു. നിലവിൽ ലഭ്യമായ എല്ലാ റിപ്പോർട്ടുകളും കൈമാറാനാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചത്. കൂടാതെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റിയോടും വിഷയം പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. വിശദമായ റിപ്പോർട്ട് ലഭ്യമായ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. കോടാനുകോടി ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുക മാത്രമല്ല, ആരോഗ്യം കൂടി നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് YSR കോൺഗ്രസ് ഭരണകാലത്തുണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം YSR കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്ന ക്ഷേത്രഭരണ സമിതി ലഡു നിർമ്മിച്ചത് ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ കൊണ്ടായിരുന്നുവെന്ന് നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമല റാവുവും വ്യക്തമാക്കി. നെയ്യ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ AR ഫുഡ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ സൂചിപ്പിച്ചു. Reading between 95.68 and 104.32. That is the range a pure milk fat should have. But unfortunately, this sample, almost all the samples have values around 20. The samples are the milk or the ghee supplied is highly adulterated. അതേസമയം നിലവിൽ ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് സ്വീകരിക്കുന്നതെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ കൂട്ടിച്ചേർത്തു. നെയ്യടക്കമുള്ള വസ്തുക്കൾ പരിശോധിക്കാൻ ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.